വിശദീകരണത്തിന് വേണ്ടി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാവുന്ന. സാർ, ഇടുക്കി ജില്ലയിലെ കുഞ്ചിത്തണ്ണി 20 ഏക്കറിൽ രക്തസാക്ഷി തങ്കപ്പൻ അനുസ്മരണ പരിപാടിയിൽ മനസ്സിലായില്ല. എന്താണ് മനസ്സിലായില്ല? അത് ചെയറാണ് തീരുമാനിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതുകൂടി കേട്ടിട്ട് അങ്ങേക്ക് സംസാരിക്കാം. അതുകൂടി കേട്ടിട്ട് അങ്ങേക്ക് സംസാരിക്കാം. വ്യക്തിപരമായ വിശദീകരണം കൊടുക്കാൻ ഏത് സമയം അനുവദിക്കണമെന്ന് ചെയറാണ് തീരുമാനിക്കുക. ചെയറാണ് തീരുമാനിക്കുക. ചെയറാണ് തീരുമാനിക്കുക. ചെയറാണ് തീരുമാനിക്കുക. ഈ സഭയിലെ ഏത് അംഗത്തിനും വ്യക്തിപരമായ വിശദീകരണം നൽകേണ്ട ആവശ്യം വന്നാൽ അതിന് സമയം അനുവദിക്കാനുള്ള ഉത്തരവാദിത്തം ചെയറിനാണുള്ളത്. അതിൽ നിങ്ങൾ ഇടപെടാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിന് അതുകൂടി കേട്ടതിന് ശേഷം സംസാരിക്കാം. അങ്ങേക്ക് ആ വിശദീകരണം കൂടി കേട്ടതിന് ശേഷം സംസാരിക്കാം. നിങ്ങൾ ബഹളം വെച്ചിട്ടാണ് മൈക്ക് കിട്ടുന്നത്. നിങ്ങൾ സീറ്റിലിരിക്കാതെ മൈക്ക് കിട്ടില്ല. സർ, സാധാരണഗതിയിൽ ഒരംഗത്തിന് നേരെ പരാമർശമുണ്ടായാൽ ആ അംഗത്തിന് പേഴ്സണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ആരും മന്ത്രിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ വീണ്ടും കൊടുക്കൂ. ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെന്തിനാ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. റൂൾ 50 പ്രകാരം നൽകിയ നോട്ടീസിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ വായിച്ചില്ലേ? അത് വായിച്ച ഉടനെ തന്നെ അദ്ദേഹം ഒരു അഭ്യർത്ഥന ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം ശ്രീ തിരുവഞ്ചൂർ പറയുന്നതാണ് അതിന്റെ മര്യാദ. നിങ്ങൾ കേൾക്കണ്ട, നിർബന്ധം കേൾക്കണ്ട. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, അല്ല എനിക്ക് നിർബന്ധമില്ല. അങ്ങ് കീഴ്വഴക്കങ്ങൾ ലംഘിക്കരുത്. സഭയുടെ കീഴ്വഴക്കങ്ങൾ അങ്ങ് ലംഘിക്കരുത്. അങ്ങ് സഭാ കീഴ്വഴക്കം അനുസരിച്ച് റൂൾ 50 പ്രകാരം അവതരിപ്പിച്ച നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇനി മെമ്പർക്ക് അവസരമാണ്. ഇത് കഴിഞ്ഞിട്ട് മന്ത്രിക്ക് പിന്നീട് കൊടുത്തോളൂ. പറയട്ടെ, ഞാൻ പറയട്ടെ. ചെയറിന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. മന്ത്രി എപ്പോൾ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ ചെയറിന് യാതൊരു നിർബന്ധവുമില്ല. അതല്ല, മന്ത്രിക്ക് അതുകൂടി കേട്ടതിന് ശേഷം സംസാരിക്കണമെന്നാണ്. കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. അദ്ദേഹം പറയുന്നത് കേൾക്കാതെ തന്നെ സംസാരിക്കണമെന്നാണെങ്കിൽ സംസാരിക്കൂ. എന്നിട്ട് സംസാരിക്കട്ടെ. സാർ, എന്നെ കണ്ട കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ എന്നുള്ള മട്ടിലാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തിപരമായ എന്താ പോയിന്റ്? ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. എന്താ പോയിന്റ്? അദ്ദേഹം തുടങ്ങിയില്ലെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു. കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ തെറ്റിക്കാനോ വേണ്ടിയായിരുന്നില്ല. ഒരു മന്ത്രിയെ സംബന്ധിച്ച ആക്ഷേപം എഴുതി തന്നു. റൂൾ 50 പ്രകാരം അതിവിടെ വായിച്ചപ്പോൾ അദ്ദേഹം തന്നെ എനിക്കതിലൊരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൂടി കേട്ടിട്ട് പറയുന്നതാണ് മര്യാദ എന്നുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു. കേൾക്കണ്ട എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ കേൾക്കണ്ട, നിങ്ങൾ പറയൂ. മന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറില്ലാതെ സംസാരിക്കണമെന്നാണ് നിർബന്ധിക്കുന്നതെങ്കിൽ നടക്കട്ടെ, അങ്ങ് സംസാരിക്കും. മന്ത്രിക്ക് അതിന് ശേഷം കൊടുക്കാം. ബാധ്യത ബഹുമാനപ്പെട്ട സ്പീക്കർക്കുണ്ട്. അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഓർഡർ അനുവദിക്കാതിരിക്കുക. അദ്ദേഹം സംസാരം തുടങ്ങിയില്ലേ? അല്ല, ഞാൻ
അതിന്റെ ഇടയിലാണല്ലോ ഞാൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിട്ടുള്ളത്. അനുവദിക്കില്ലെങ്കിൽ വേണ്ട. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ട് പോരെ. എന്നെ പോയിന്റ് ഓഫ് ഓർഡർ അനുവദിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. സംസാരിച്ച് കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായം പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുത്തില്ലല്ലോ സതീശ. സാർ അത്യന്തം ദൗർഭാഗ്യകരമായി പോയി ഇത്. സാർ ഇവിടെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിന് വന്നാൽ അവതരണം നിന്നോ സ്പീക്കർക്ക് ഞങ്ങൾ നോട്ടീസ് നൽകി. സാർ സ്പീക്കർ മുഖ്യമന്ത്രിയെ സംസാരിക്കാൻ മറുപടി പറയാൻ വേണ്ടി വിളിച്ചു. സാർ സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് തന്ന ഞങ്ങളെ സംസാരിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയല്ലേ? അത് അനുവദിക്കുന്നതിന് പകരം ഇല്ല, ഞാൻ അങ്ങേ ചോദ്യം ചെയ്യില്ല. പക്ഷെ അത് അനുവദിക്കുന്നതിന് പകരം ഇന്നത് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൂട്ടി എവിടെ നിന്നോ കണ്ടെത്തിയ പോലെ ഒരു മന്ത്രിയോട് വിശദീകരണം എന്റെ സമയം പോകരുത്. അത് കേട്ടപ്പോഴല്ലേ അദ്ദേഹം വിശദീകരണത്തിൽ ചോദിച്ചു. പ്ലീസ് അങ്ങ് പറയൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ സമയം പോകരുത്. അതാണ് അത് ഞാൻ പറഞ്ഞല്ലോ. പ്ലീസ് സാർ ഇവിടെ അദ്ദേഹം പാർലമെന്ററി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സീനിയർ ആയിട്ടുള്ള ആളല്ലേ, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാതെ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. സാർ മുഖ്യമന്ത്രി ഒന്ന് മൂന്നാർ കയ്യേറ്റത്തെക്കുറിച്ച് പറഞ്ഞു, വൻകിടക്കാരെ പിടിക്കുമെന്ന് പറഞ്ഞു. സാർ ഒരു വൻകിടക്കാരെ പിടിക്കുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. സാർ ഇവിടെ ആൻ എക്സ്റ്റെന്റ് ഓഫ് മോർ ദാൻ 1 lakh lands illegally grabbed by KDH village in Idukki district and the respondents challenging the sovereignty of our country and the provisions of the Constitution of India. സാർ ഇത് കോടതിയുടെ ഒബ്സർവേഷനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അവിടെ ഒന്നും തൊട്ടിട്ടില്ല, അവിടെ ആരെയും തൊട്ടിട്ടില്ല. സാർ കയ്യേറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നീക്കത്തെ ഞങ്ങൾ 100% പിന്തുണയ്ക്കുകയാണ്. അങ്ങെടുത്തിരിക്കുന്ന നടപടിയോട് ഞങ്ങൾ യോജിക്കുകയാണ്. സാർ അവിടെ ഈ മാതിരി കയ്യേറ്റ സാർ കോടതിയുടെ 3 കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. 3 കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ പുറകെ എടുക്കാം. സാർ രാജമധേക്കർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, നിവേദിത പി ഹരന്റെ റിപ്പോർട്ടുണ്ട്, PC സെൻകുമാറിന്റെ റിപ്പോർട്ടുണ്ട്. 3 റിപ്പോർട്ടും ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. സാർ ഇവിടെ തിടുക്കത്തിൽ ശ്രീ MM മണി എഴുന്നേറ്റ് ഉത്തരം പറയുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ആളുകൾക്കിടെ. സാർ ഇവിടെ ഈ കയ്യേറ്റത്തെ എതിർക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനകത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും ഒരുമിച്ച് വളരെ ശക്തിയോടുകൂടി ഒരു നിലപാടെടുത്തപ്പോൾ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയാണ്. ആ ഗൂഢശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു കാര്യത്തിൽ സത്യസന്ധനാണ്. വളരെ പരസ്യമായി അദ്ദേഹം ഈ കയ്യേറ്റക്കാർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ 100% അദ്ദേഹം പറയുകയാണ്. സാർ ഈ ശ്രീ MM മണി അദ്ദേഹം സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ? കയ്യേറ്റക്കാരെ എഴുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണമെങ്കിൽ സർവാധികാരവും നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങളുടെ കയ്യിൽ പോലീസുണ്ട്, നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന നടപടികളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നില്ല, സർവകക്ഷികളും അതിനെ പിന്തുണയ്ക്കുകയാണ്. സാർ എന്നിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെ എന്തിനാണ് MM മണി ഉന്നം വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സാർ സ്ത്രീത്വത്തിനെതിരായി ശ്രീ MM മണി നടത്തിയിട്ടുള്ള പ്രസ്താവന ഞാൻ കേരള കൗമുദി പത്രം വായിക്കണം. സാർ മാധ്യമപ്രവർത്തകർ സബ് കളക്ടറുടെ കൂടിയാലോചന വൈകുന്നേരം. പണ്ട് നമ്മുടെ സുരേഷ് കുമാർ ഇതുപോലെ തന്നെയായിരുന്നു പണി. കള്ളുകുടി. ശ്രീ VS ഇവിടെ ഇല്ല, എഴുന്നേറ്റ് പോയി. സാർ കള്ളുകുടി ഇവിടെ കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. ഇത് നമ്മുടെ പഴയ പൂച്ച. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ സകല പരിപാടിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെമ്പിളൈ ഒരുമ. അന്നും വന്നു കുടിയും സകല വൃത്തികേടുകളും നടന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ സാർ? അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. സാർ എന്ത് പണിയാ? അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. അന്നൊരു DYSPയും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം. ഞാനത് പറഞ്ഞു. ഇവിടെ ചില ചാനലുകാരും
ഈ പണിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് ശ്രീ എം എം മണി പറഞ്ഞത് കേരള കൗമുദിക്കകത്ത് വന്നതാണ് ഞാൻ വായിച്ചത്. സർ, ഇവിടെ ഇതിനോടൊപ്പം നമ്മൾ ശ്രീ എം എം മണി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ധാരാളമാണ്. സർ, സ്ത്രീത്വത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്കാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോ സെംപ്ലോയി വരുമ്പോ സമരം അവിടെ നടത്തുകയല്ലേ സർ? അങ്ങയുടെ പാർട്ടിക്കാരൻ ജിഷ്ണു പ്രണയ് അങ്ങയുടെ പാർട്ടിക്കാരനാണ്. ആ കുട്ടി SFIയിലായിരുന്നോ? ഞങ്ങൾക്കതിനെ കുറിച്ച് ഒരു എതിർപ്പുമില്ല.